നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ചു നേരം കാത്തിരുത്തിയത് മാപ്പാക്കണം. വളരെ നേരത്തെ തന്നെ 2 ആഴ്ചക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഞാൻ വാക്ക് പറഞ്ഞതാണ് മാതൃഭൂമിയോട്. അതുകൊണ്ടാണ് ഇത് താമസം ഉണ്ടായിപ്പോയത്. നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ളതുപോലെ നാൾക്കുനാൾ ചെല്ലും തോറും കേരളത്തിലെമ്പാടും ഒരു LDF അനുകൂലമായ കാറ്റ് ശക്തിപ്പെടുകയാണ്. ഈ കാറ്റിനെ വിളിക്കേണ്ടത് LDF അനുകൂലമായ കാറ്റ് എന്ന് തന്നെയാണ്. അത് യാദൃച്ഛികമല്ല. ഈ തിരഞ്ഞെടുപ്പിലെ മൂർത്തമായ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയുള്ള പക്ഷം LDF ആയതുകൊണ്ടാണ് ഈ കാറ്റ് രൂപപ്പെട്ടതും ശക്തിപ്പെട്ടതും. വരും ദിനങ്ങളിൽ അതിനെ ഞങ്ങൾ വീണ്ടും ശക്തിപ്പെടുത്തും. LDFിലെ എല്ലാ ഘടകകക്ഷികളും മുമ്പെല്ലാ കാലത്തേക്കാൾ കൂടുതലായ ആരെടുപ്പം കാണിച്ചുകൊണ്ട് പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരവേദിയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങളുടെ ലക്ഷ്യം 20-ൽ 20 നേടുകയാണ്. ഈ LDF മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസും BJPയും ഒരുപോലെ ഭയചകിതരാണ്. അതുകൊണ്ടാണ് ഉണ്ടായിക്കൂടാത്ത അവിശുദ്ധമായ ഒരു രാഷ്ട്രീയ ബന്ധത്തിന് കോൺഗ്രസും BJPയും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇതാദ്യമല്ല. മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും ഗാന്ധിജിയെ വധിച്ച ശക്തികളുടെ രാഷ്ട്രീയം പേറുന്ന BJPയും തമ്മിൽ കൈകോർക്കുന്ന ഈ കാഴ്ച ഇതാദ്യമല്ല. പലപ്പോഴും അത് കേരളം കണ്ടിട്ടുണ്ട് നേരത്തെ. അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. എന്താണതിൻ്റെ അടിത്തറ? ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് കാരണം വേണമല്ലോ. എന്താണതിൻ്റെ കാരണം? അതിൻ്റെ കാരണം കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ നയിക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. ഇടതുപക്ഷ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കോൺഗ്രസ് BJP ഐക്യം രൂപപ്പെടുന്നത്. പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അതിനെ തുറന്നു കാണിക്കുന്നുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിശുദ്ധ കൂട്ടായ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ LDFിനോടൊപ്പം വലിയ തോതിൽ പുതിയ ജനവിഭാഗങ്ങൾ അണിചേരുന്ന കാഴ്ച എല്ലായിടത്തും കാണാം. പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷാവകാശങ്ങളെ ഇടതുപക്ഷം കാണുന്നത് ഒരു വോട്ട് വിഷയമായിട്ടല്ല. വോട്ട് വരട്ടെ, വോട്ട് പോകട്ടെ. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ന്യൂനപക്ഷാവകാശങ്ങൾ ജനാധിപത്യ അവകാശങ്ങളുടെ അലംഘനീയമായ ഭാഗമാണത്. അല്ലാതെ അതൊരു മതപ്രശ്നമല്ല, ഒരു വോട്ട് പ്രശ്നവുമല്ല. ജനാധിപത്യ ആശയങ്ങളുടെയും അടിത്തറയുടെയും ഭാഗമായിട്ട് എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും ന്യൂനപക്ഷാവകാശങ്ങൾ മാനിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ BJP വാഴ്ചയിൻ കീഴിൽ ന്യൂനപക്ഷാവകാശങ്ങൾ നിരന്തരമായി വേട്ടയാടപ്പെടുന്നുമുണ്ട്. വലിയ തോതിലുള്ള ന്യൂനപക്ഷ മുന്നേറ്റം നമ്മൾ കാണുന്നത് BJP കോൺഗ്രസ് സഖ്യത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ മുന്നേറ്റത്തിൻ്റെ
സ്വാഭാവിക ബന്ധുക്കളായി ന്യൂനപക്ഷ വോട്ടർമാർ ഇന്ന് കൂടിയ അളവിൽ ഇടതുപക്ഷത്തെ കാണുന്നുണ്ട്. BJP അവിടെ ഒരു നെറികെട്ട തന്ത്രം കളിച്ചു, ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാകും.